പെരുവന്താനം പഞ്ചായത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെട്ടു. മാസത്തിലേറെയായി പുലിയുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. പാലൂർക്കാവിൽ ഒരു പട്ടിയെ പിടിക്കുകയും തുടർന്ന് നെടിയോരം പെരുവന്താനം ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. 4 ഏക്കറിൽ ഒരാടിനെ കൊന്നിട്ടും യാതൊരു നടപടിയും വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ബി.ജെ.പി. പെരുവന്താനം പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷിയുടെ അതനുസരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പാലൂർക്കാവിൽ ഈ പുലി ഇറങ്ങി സണ്ണി എന്ന് പറഞ്ഞ മരിച്ചുപോയ ഒരു അപകടം പറ്റി മരിച്ചുപോയ സണ്ണിയുടെ വീട്ടിൽ ഒരു പട്ടിയെ, ആ സണ്ണിയുടെ ഭാര്യയും 2-3 കുഞ്ഞുങ്ങളും ആ വയസ്സ് എന്ന ഒരു തള്ള വയ്യാതെ കിടക്കുന്നുണ്ട്. അവരുടെ പട്ടിയെയാണ് പുലി പിടിച്ചുകൊണ്ട് പോയത്. പട്ടിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ആ സ്ത്രീ ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താ കൊണ്ടുപോയെന്ന് അറിയത്തില്ല. പക്ഷേ കാൽപ്പാടുകൾ ഈ പുല്ലും ചപ്പും എല്ലാം കൂടെ കിടന്നുകൊണ്ട് കാൽപ്പാട് കാണാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഫോറസ്റ്റുകാർ വന്നിട്ട് അത് കണ്ട് ബോധ്യപ്പെട്ടി പോയതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കടനിക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ നേരെ മേളിവശം, ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കടനിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും കഴിഞ്ഞ ആഴ്ച ഈ പുലിയെ കണ്ടു എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ക്യാമറയ്ക്കകത്ത് പുലിയുടെ ദൃശ്യം പതിഞ്ഞു വരുവാണെങ്കിൽ ഇവിടെ കൂട് സ്ഥാപിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ ഇരിക്കുന്ന ഇവിടെ ചുറ്റുപറ്റും താമസിക്കുന്ന പാവപ്പെട്ടവരായ തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്കും അവർക്ക് സംരക്ഷണം വേണം. അതുപോലെ തന്നെ ഒരു ആടിനെ പശുക്കളെയൊക്കെ വളർത്തിയാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരാളുടെ ആട് പോയി, ഒരാളുടെ പശു പോയി. ഇതിന് അന്നേരം ഇത് കൊണ്ടുവന്നൊരു വാർത്തയും പബ്ലിസിറ്റിയും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഇതിനൊരു പ്രതിവിധി ഉണ്ടാകണം. ബി.ജെ.പി. ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി കെ സുകുമാരൻ, ബി.ജെ.പി. പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് വി.ടി. യശോധരൻ, പെരുവന്താനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു രാജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.